അങ്ങനെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആഘോഷല്ലേ. നമ്മള് ക്രിസ്മസ് ആഘോഷത്തിന് ആദ്യമേ തന്നെ ഗബ്രിയലിന്റെ പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് വന്ന പ്രിൻസെ വളരെയധികം നന്ദി. നമ്മുടെ പപ്പാനി പിന്നെ പപ്പാനി പാട്ടിന്റെ കൂടെ വന്നാൽ മതി. ഇത്ര ഡാൻസ് കളിക്കണമെന്ന് ഓർത്തില്ല. സത്യം ഇതിനും ഭേദം ഇവിടെ വന്ന് സ്കിറ്റിന് കയറി ഡയലോഗ് തെറ്റിങ്ങനായിരുന്നു. അയ്യോ ഇതാര്? അത് എന്റെ അനിയന്റെ മോനാണ്, പരിചയപ്പെടുത്താൻ മറന്നു. രാജേന്ദ്രൻ ഹരിപ്പാട് ആണോ? എവരും ഉണ്ടല്ലേ? അന്നാടാ നീ മോഹം മൂടി തന്നെ വെച്ചു. അല്ലെ നിന്നെ പപ്പാനിയായിട്ട് പോലും ആരും വിശ്വസിക്കില്ല. ഒരു കാര്യമുള്ള രണ്ട് പപ്പാനി ഉണ്ടാവോ? പിന്നെ രണ്ടോ എത്ര എണ്ണം? എത്ര ചോപ്പ് നൈറ്റ് കിട്ടോ അത്രയധികം. ഇതിലേതാ പപ്പാനി ഇപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇത് രണ്ടെണ്ണം കണ്ണാടിയുടെ മോളിൽ ഇരിക്കുന്ന രണ്ടെണ്ണം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ, അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഉത്സവം അല്ലെ ആഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. വിനയ് ഫോർട്ട് തന്നെ ഫോർട്ട് കൊച്ചിയുടെയാണ്. അപ്പൊ പറയും, എന്താണ് നിങ്ങളുടെ ഇത്രയും വർഷത്തെ ആഘോഷങ്ങളിലെ ഏറ്റവും മെമ്മറബിൾ ആഘോഷം എന്തായിരുന്നു? പപ്പാനിയെ കത്തിക്കാൻ പോയിട്ടുണ്ട് അവിടെ? പോലെ എല്ലാ പ്രാവശ്യം പോകും. ഈ പപ്പാനിയെ കത്തിക്കാൻ ചെന്നാ പുള്ളിയെ കത്തിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു 20-ാം തീയതി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷങ്ങളായിട്ട് തുടങ്ങും. പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് ഫോർട്ട് കൊച്ചി വേറെ ലോകം പോലെ ഇരിക്കും, ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ ആകെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഫോർട്ട് കൊച്ചി ഉണ്ടാവും. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഹാപ്പിനെസ് ആണ് നമ്മള് ഹോസ്റ്റ് ചെയ്യുന്നു പറയുന്ന പോലെ. അവിടെ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് വേറൊരു ഫീലാണ്. എന്റെ വീടും ബീച്ചിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാം ഈ ഫുൾ ക്രൗഡിനൊക്കെ. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സമയമാണ്. ആണ് ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളം മുഴുവൻ അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ആ ബീച്ചിന്റെ അടുത്ത് തന്നെ വീടുണ്ട്, അവിടേക്ക് ക്ഷണിച്ചതാണ് ഇപ്പൊ എല്ലാരെയും. ഞാൻ വീട് മാറ്റി മദ്രാസിലാണ്. അല്ല ഇത്തവണ പറയാമല്ലോ, ആള് സ്ഥലത്തില്ല, ആട്ടത്തിന്റെ പ്രൊമോഷൻ വരും. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ 5-ാം തീയതി സിനിമ റിലീസ് ആകുന്നത് കൊണ്ടിട്ട് അല്ല, നമ്മള് ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ അതാണ് പ്രയോറിറ്റി. ഇതിലും പ്രയോറിറ്റി അതാണ്. ഡെഫിനറ്റ്ലി അത് അതിന്റെ പ്രയോറിറ്റി കൊടുക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല, 10ഓളം പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും പ്രജോട്ടാ ഇവിടെ ചങ്ങനാശ്ശേരി തന്നെയാണോ? ചങ്ങനാശ്ശേരി എറണാകുളം ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ന്യൂ ഇയറോ സെലിബ്രേഷനോ എല്ലാം ഇവിടെ ഇങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും. എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വിജയനോ? ഞാൻ വിനയന്റെ കൂടെ ഉണ്ടാവും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരെ പ്രൊമോഷൻ കൊണ്ടുപോകും. ആരെ കിട്ടിയാലും പടം നമ്മളവിടെ കൊണ്ടുപോകും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷം നിങ്ങളോടൊപ്പമാണ്. എല്ലാവരും ഒരുമിച്ച് 1, 2, 3 വിഷിംഗ് ഓൾ എ മെറി ക്രിസ്മസ് പറയണം കേട്ടോ. അത് പുള്ളി മിണ്ടാണ്ടിരുന്ന അപ്പൊ എല്ലാരും ഓൺ ദ കൗണ്ട് ഓഫ് 3 കേട്ടോ. 1